സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാര്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് 2024 മെയ് 1 മുതൽ വ്യാഴൻ മാറ്റം ഔട്ടം നക്ഷത്ര ജാതകർക്ക് എങ്ങനെയാണ് എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. ഔട്ടം 2 കൂറുകാറുണ്ട്, മകരക്കൂറും കുംഭക്കൂറും. മകരക്കൂറിന് വ്യാഴൻ 5-ലും കുംഭക്കൂറിന് വ്യാഴൻ 4-ലും സഞ്ചരിക്കുന്ന കാലഘട്ടം തുടങ്ങാൻ പോവുകയാണ്. ഔട്ടം നക്ഷത്ര ജാതകർക്ക് ഒരുപാട് മാറ്റങ്ങളും നല്ല അനുഭവങ്ങളും കാഴ്ചവെക്കുന്നു. ഔട്ടത്തിന് 2 കൂറുകളുണ്ട്. മകരക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴം 5-ലും കുംഭക്കൂറുകാർക്ക് വ്യാഴം 4-ലും സഞ്ചരിക്കുന്നു. ഒപ്പം കുംഭക്കൂറുകാർക്ക് ശനി ജന്മത്തിലും സഞ്ചരിക്കുന്ന കാലഘട്ടം. പൊതുവെ മകരക്കൂറുകാർ ഈ കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് ധാരാളം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. തൊഴിൽ നഷ്ടം, ശരീര ബലക്കുറവ്, ശരീരത്തിന് രോഗങ്ങൾ, വേണ്ടപ്പെട്ടവർ അകലുക, സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങൾ, കുടുംബജീവിതത്തിൽ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും രോഗദുരിതങ്ങൾ, ഇങ്ങനെയുള്ള വലിയ പ്രയാസങ്ങൾ തരണം ചെയ്തു. സാമ്പത്തികമായും വലിയ മെച്ചം ഉണ്ടായില്ല. എന്നാൽ 2025 മെയ് 1 മുതൽ ഇവർക്ക് കുംഭക്കൂറുകാർക്ക് വ്യാഴം 4-ാമിടത്ത്, 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ സുഖസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുകയാണ്. പൊതുവെ വ്യാഴൻ വളരെ അനുകൂല സ്ഥിതി ചെയ്യും. ഔട്ടം നക്ഷത്രം തവിട്ടിൽ നേടുമെന്ന് ആളുകൾ പറയാറുണ്ട്. അത് സത്യമാണ്. അവർ അധ്വാനികളാണ്. അവരുടേതായ കഴിവിനനുസരിച്ച് അവർ വിശ്രമം കൂടാതെ, പാവങ്ങളായാലും സൗകര്യമുള്ളവരായാലും അതീവ ശ്രേഷ്ഠമായ ലെവലിൽ ജീവിക്കുന്നവരായാലും അവരുടെ അധ്വാനം കൊണ്ട് അവർ പലതും നേടിയെടുക്കുവാനുള്ള ഒരു തൻ്റെ ഇടവും ധൈര്യവും അവർക്കുണ്ട്. അതുകൊണ്ട് ഇവർ ഒരിക്കലും ക്ഷീണിക്കാതെ പ്രയത്നിക്കുന്നവരാണ്. ഇനിയിപ്പോൾ വ്യാഴന്റെ മാറ്റം ഗ്രഹയോഗത്തിന് യോഗമുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ സന്താനങ്ങൾ പുറവിക്കുള്ള യോഗമുണ്ട്. വിവാഹത്തിന് നിശ്ചയിച്ച ദിവസത്തിന് വിവാഹം യാതൊരു തടസ്സം കൂടാതെ നടക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കുന്നതിനുള്ള യോഗമുണ്ട്. ശനിയുടെ ബന്ധമുണ്ടെങ്കിലും വലിയ തടസ്സങ്ങൾ ഇനി ഉണ്ടാകുകയില്ല. ഒരുപാട് പ്രയാസങ്ങൾ നാം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി വ്യാഴം നിങ്ങൾക്ക് ധനം, ധാന്യം, കുടുംബസുഖം, സൽകീർത്തി, ഭാഗ്യ ഐശ്വര്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ പഠനം മുടങ്ങിക്കിടക്കുന്നവർക്ക് പഠിക്കുവാനുള്ള അവസരമാണ്. വിദ്യാർത്ഥികൾ പൊതുവെ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കോടുകൂടി അല്ലെങ്കിൽ ക്ലാസ്സോടുകൂടി അവർക്ക് വിദ്യയിൽ നേട്ടങ്ങൾ ഉണ്ടാകും. ഒപ്പം ഈ വർഷം അവസാനത്തോടുകൂടി ഇവർക്ക് തൊഴിലുകളിൽ പ്രവേശിക്കാനും സാധിക്കും. പ്രൊഫഷണൽ കോഴ്സുകളായ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, നിയമം, ഇതിലെല്ലാം ജോലി ചെയ്യുന്നവരും ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമായ കാലഘട്ടമാകുന്നു. അതുപോലെ തന്നെ തൻ്റേതായ കഴിവിനനുസരിച്ചുള്ള പല തൊഴിലുകളും ഈ കൂറുകാർക്ക് ലഭിക്കുവാൻ വളരെ യോഗമായ കാലഘട്ടമാകുന്നു. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും കൂടെ കാണും. വിഷ്ണു ഭജനം ഇവർ അത്യാവശ്യമായി നടത്തുകയും വേണം. ഇവർക്ക് പൊതുവെ വിദേശത്ത് പോകുവാനും വിദേശത്ത് പോയി അവിടുന്ന് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാനും പുതിയ സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങുവാനും നല്ല കാലഘട്ടമാകുന്നു. ഇവിടെ തൊഴിൽ ചെയ്യുന്നവർ, പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നവർ സാമ്പത്തിക സ്ഥിതി വലിയ മുടക്കാതെ ചെറിയ തോതിൽ ലോൺ എടുത്തോ കടം വാങ്ങിയോ ഒക്കെ ചെയ്താൽ വിജയിച്ചു വരും. വലിയ നേട്ടം കാണുകയില്ല. അത് ഏതാണ്ട് 1 കൊല്ലം കൂടെ കഴിയണം. 1 കൊല്ലം കഴിഞ്ഞ് അവർക്ക് ആ ശനിയുടെ മാറ്റം കൂടെ വരുമ്പോൾ കുംഭക്കൂറുകാർക്ക് വളരെ അനുകൂലവും ഐശ്വര്യവും ഭാഗ്യവും പ്രദാനം ചെയ്യും. പൊതുവെ കുംഭക്കൂറുകാർ മിതഭാഷികളാണ്. അവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ യാതൊരു മടിയും ഇല്ലാത്തവരാണ്. ഔട്ടം നക്ഷത്രം പൊതുവെ എല്ലാവർക്കും സഹായിക്കാൻ സന്മനസ്സുള്ള ഒരു നക്ഷത്രം തന്നെയാണ്. അതുകൊണ്ട് ഔട്ടം നക്ഷത്രത്തിൽപ്പെടുന്ന എല്ലാവരും സന്മനസ്സുള്ളവരും സത്യസന്ധന്മാരും ധീരന്മാരും സ്നേഹസമ്പന്നന്മാരുമായിരിക്കും. ഇവർ പൊതുവെ പലരും കലാകാരന്മാരായി കാണാറുണ്ട്. കലയിൽ താല്പര്യമുള്ള ഇവർക്ക് അഭിനയിക്കുവാനും
അതുപോലെ സമൂഹത്തിൽ പല നിലകളിൽ എത്തിച്ചേരുവാനും കവിത, കാവ്യം, എഴുത്തുകുത്ത് എന്നിവയിലെല്ലാം ശ്രദ്ധിക്കുന്നവർക്കും അവരുടേതായ കഴിവിനനുസരിച്ചുള്ള നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാകും. അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്നവരും കുടുംബത്തെ സ്നേഹിക്കുന്നവരുമായിരിക്കും ഔട്ട നക്ഷത്ര ജാതകർ. അതുപോലെ മകരക്കൂറുകാർക്കും 5-ലെ വേഴൻ പൊതുവെ സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യവും സന്താനങ്ങൾക്ക് വിദേശവാസമൊക്കെ ശ്രമിക്കുന്നവർക്ക് വിദേശവാസത്ത് പോയി നല്ല രീതിയിൽ പഠിക്കാനോ അല്ലെങ്കിൽ തൊഴിലിനോ ഒക്കെ ഉള്ള യോഗങ്ങൾ ഈ വ്യാഴൻ കൊടുക്കുന്നു. പൊതുവെ ഔട്ടം നക്ഷത്രം ജനിക്കുന്നത് ചൊവ്വാദശയിലാണ്. അതായത് മകരക്കൂറിലാണെങ്കിൽ 5 കൊല്ലം, കൂറിലാണെങ്കിൽ ഏതാണ്ട് 3 കൊല്ലം ചില്ലുവാനം വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ വരുന്നത് രാഹുർ ദശ, ഏതാണ്ട് 21 വയസ്സും ശിഷ്ടവും വരെ എടുക്കാം. ഈ കാലയളവിൽ ഇവർക്ക് പഠിത്തം, സാങ്കേതിക പഠനങ്ങൾ, ചിലർക്ക് സ്ഥാനം മാറിയുള്ള പഠനങ്ങളും അനുഭവമാകുന്നു. അത് കഴിഞ്ഞാൽ വേഴദശ 16 കൊല്ലം. ഈ വേഴദശ കാലത്ത് ഏതാണ്ട് 35 വയസ്സും ശിഷ്ടം വരെ വേഴദശ കാണും. ഈ വേഴദശ കാലത്ത് ഇവർക്ക് 24-25 ഉദ്യോഗവും 25-26 പുരുഷന് വിവാഹവും, സ്ത്രീകൾക്കാണെങ്കിൽ 24-23 ഈ കാലഘട്ടത്തിൽ ഉദ്യോഗവും വിവാഹയോഗത്തിനും ഉത്തമമാകുന്നു. പൊതുവെ അതിനുശേഷം ഗ്രഹയോഗം, സന്താനയോഗം എന്നിവയെല്ലാം ഇവർക്ക് അനുകൂല ഘട്ടമാകുന്നു. അത് കഴിഞ്ഞാൽ ശനി 19 കൊല്ലം. ശനിദശയിൽ ആദ്യം സ്വല്പ പ്രയാസങ്ങൾ തരണം ചെയ്യുമെങ്കിലും പിന്നീട് അവയെല്ലാം ഇവരുടെ ശക്തി കൊണ്ടും ദൈവാധീനം കൊണ്ടും സാക്ഷാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ബുധദശ 17 കൊല്ലം. ബുധദശ ഇവർക്ക് ഈശ്വരൻ്റെ സഹായത്താൽ നല്ല ഫലങ്ങളെ തന്നെ ഉണ്ടാകും. സന്താനങ്ങൾക്ക് ഐശ്വര്യവും അവർക്ക് ഉദ്യോഗവും പുത്രപൗത്രാദി സൗഖ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുവാനും നല്ല ഗ്രഹം ഉണ്ടാക്കുവാനും പഴയ ഗ്രഹങ്ങൾ നന്നാക്കാനുമുള്ള അവസരങ്ങൾ ഇവർക്ക് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ കേതുദശ 7 കൊല്ലം. കേതുവിൽ അല്പ അരിഷ്ടതകൾ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ 20 കൊല്ലം ശുക്രദശ. ഇങ്ങനെ അവരുടെ ദശാകാലം പോവുകയാണ്. സാത്വികരും സത്യസന്ധരുമായ ഔട്ട നക്ഷത്ര ജാതകർക്ക് 2024 മെയ് 1 മുതൽ 2025 മെയ് വരെ നല്ല കാലഘട്ടമാകുന്നു. മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും ഇതുവരെ അനുഭവിച്ച വളരെ പ്രയാസമുള്ള പല കാര്യങ്ങളും നിറവേറുവാൻ സാധിക്കുന്നു. പുതിയ ഉദ്യോഗം, പുതിയ വീട്, അവർക്ക് പുത്രപൗത്രാദി സൗഖ്യം ഇത്യാദി യോഗങ്ങളാൽ ഔട്ട നക്ഷത്ര ജാതകർക്ക് പൊതുവെ ദൈവസഹായത്താലും നല്ല കാലം ഉണ്ടാകുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ സമാപിപ്പിക്കുന്നു.